ഗുഡ് ഈവനിങ് ലേണേഴ്സ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ പ്രധാനമായിട്ട് എങ്ങനെയാണ് ഒരു ഉപഭോക്താവ് പരമാവധി സംതൃപ്തിയിലെത്തുക അതിനെക്കുറിച്ചാണ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. ഉപഭോക്താവിൻ്റെ കാര്യം വിടുക. ഇനി നമ്മൾക്ക് ഉപഭോക്താവിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ധാരാളം സാധനങ്ങളും സേവനങ്ങളും പല പല മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഉൽപ്പാദിപ്പിക്കുന്നവർ ഏത് ലക്ഷ്യം വെച്ചിട്ടാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം നമ്മൾക്കറിയാം, ഇല്ലായ്മയിൽ നിന്ന് ഒന്നും തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. ഞാൻ കഴിഞ്ഞ ഏതോ ക്ലാസ്സിൽ പറഞ്ഞ അൺലെസ് ആൻഡ് അൺടിൽ ആർക്കെങ്കിലും ഒരു സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഇല്ല എങ്കിൽ ആർക്കും ഇല്ലായ്മയിൽ നിന്ന് ഒന്നും തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉൽപാദന ഘടകങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പാടില്ലെങ്കിൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഈ 4 ഉൽപാദന ഘടകങ്ങളുടെ സഹായം നമ്മൾക്ക് ആവശ്യമാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഘടകത്തിൻ്റെ റോള് കൂടുതലായിരിക്കാം, മറ്റ് ഘടകങ്ങളുടെ റോള് ചിലപ്പോൾ കുറവായിരിക്കാം. എന്നിരുന്നാലും പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കമ്പൈൻഡ് ഇഫക്ട്സ് ഓഫ് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ പ്രൊഡക്ഷൻ 2 രീതിയിൽ കൂടിയുണ്ട്. ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ ഉണ്ട്, അതുപോലെ തന്നെ വേരിയബിൾ പ്രൊപ്പോർഷൻ ഉണ്ട്. ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ നമ്മൾക്കറിയാം, ഒരു കാർ വിത്ത് എ ഡ്രൈവർ ദാറ്റ് ഈസ് 1:1, അതായത് അതൊരു ഫിക്സ്ഡ് പ്രൊപ്പോർഷനാണ്. നേരെ മറിച്ച് സാധാരണഗതിയിൽ വേരിയബിൾ ഇൻപുട്ടുകൾ വേരി ചെയ്തുകൊണ്ടാണ് നമ്മൾ സാധാരണ പ്രൊഡ്യൂസേഴ്സ് കൂടുതൽ സാധനങ്ങളായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഒരു ഷോർട്ട് റണ്ണിൽ മാത്രമേ ഉൽപാദന ഘടകങ്ങൾ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുള്ളൂ. ഇൻ ദ ലോങ് റൺ ഓൾ ദ ഫാക്ടേഴ്സ് ആർ വേരിയബിൾ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ടെക്നോളജി ഈസ് ഇംപ്രൂവിങ്. സാങ്കേതിക വിദ്യകൾ ധാരാളമായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നത് കാരണം നമ്മൾക്ക് ലോങ് ടേമിൽ ഫാക്ടേഴ്സ് നമുക്ക് വേരിയബിൾ ആയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും നമ്മൾക്ക് വേരിയബിൾ ആണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പ്രൊഡക്ഷൻ വിത്ത് 1 വേരിയബിൾ ഇൻപുട്ട്. അതിന് വേണ്ടിയിട്ട് 3 പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഒന്ന്, ടോട്ടൽ പ്രൊഡക്റ്റ് എന്താണ്, രണ്ടാമത്തത് ആവറേജ് പ്രൊഡക്റ്റ് എന്താണ്, മൂന്നാമത്തത് മാർജിനൽ പ്രൊഡക്റ്റ് എന്താണ്. ആദ്യം നമുക്ക് നോക്കാം എന്താണ് ടോട്ടൽ പ്രൊഡക്റ്റ്. അത് സം ടോട്ടൽ ഓഫ് ദ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്സ്. പല പല ഉൽപാദന ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് മൊത്തം അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നത്തിനെയാണ് നമ്മൾ പറയുന്നത് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഗിവൺ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് ഫിക്സ്ഡ് ഇൻപുട്ട്. അപ്പോൾ ഏതെങ്കിലും ഉൽപാദന ഘടകം സ്ഥിരമായിട്ട് വെക്കുകയും അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് വെക്കുകയും മറ്റു ഉൽപാദന ഘടകം വേരികയും ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, വ്യത്യാസം വരുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് അതിൽ നിന്ന് ആ ഒരു ഉൽപാദന പ്രോസസ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മൊത്തം ഉൽപ്പന്നത്തിനെ നമ്മൾ പറയുന്നത് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. മറക്കരുത്. ഇനി ഇതെല്ലാം ഞാനൊരു ടേബിൾ കാണിക്കുമ്പോൾ ഇതെല്ലാം ഇനി പറയും. ഒന്നും കൂടെ പറയാം. ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സം ടോട്ടൽ ഓഫ് ദ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്സ്. ഞാൻ പറഞ്ഞു, വി യൂസ് എ വെറൈറ്റി ഓഫ് inputs in varying proportions, keeping one factor fixed. ഏതെങ്കിലും ഒരു ഫാക്ടർ, ലെറ്റ് us say കൃഷിയാണെങ്കിൽ നമ്മൾ ലാൻഡിന്റെ ഫാക്ടർ നമ്മൾ സ്ഥിരമായിട്ട് വെക്കണം. വ്യവസായമാണെങ്കിൽ ക്യാപിറ്റൽ നമ്മൾ സ്ഥിരമായിട്ട് വെക്കുക, അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ ലേബർ നമ്മൾ വേരി ചെയ്യുന്നത്. അപ്പൊ ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ ഉണ്ട്, വേരിയബിൾ പ്രൊപ്പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അടുത്തതാണ് ആവറേജ് പ്രൊഡക്റ്റ്. എന്താണ് ശരാശരി പ്രൊഡക്റ്റ്? വലിയ പേടിക്കൊന്നും വേണ്ട, ഇങ്ങനത്തെ ഉള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട. ആവറേജ് പ്രൊഡക്റ്റ്, ശരാശരി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇറ്റ് ഈസ് ദ എന്താണ് ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ആൻ ഇൻപുട്ട് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ ഔട്ട്പുട്ട്. മൊത്തം ഉൽപ്പന്നത്തിന് എന്തുമാത്രം ഉൽപാദന ഘടകങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ. റിപ്പീറ്റ് വൺസ് മോർ, ഇറ്റ് ഈസ് ദ ടോട്ടൽ ഔട്ട്പുട്ട്. മൊത്തം ഉൽപ്പന്നം എത്രയാണെന്ന് നമ്മൾ ആദ്യം തന്നെ കാണുക.
എന്തുമാത്രം വിഭവങ്ങൾ ആ വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുമാത്രം വിഭവങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ടോട്ടൽ പ്രൊഡക്റ്റിനെ എന്തുമാത്രം വിഭവങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഹരിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നതാണ് ആവറേജ് പ്രൊഡക്റ്റ്. ഓക്കെ, APL ഈസ് ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ L. എന്താണ് APL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ. Q means quantity and L means labor, amount of labor. അപ്പോൾ APL എന്താണ്? ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഈസ് ഈക്വൽ ടു ടോട്ടൽ ക്വാണ്ടിറ്റി. Q സ്റ്റാൻഡ്സ് ഫോർ ടോട്ടൽ, മൊത്തം ഉൽപ്പന്നത്തിന് എന്തുമാത്രം ലേബർ കൊണ്ടാണ്, എന്തുമാത്രം ലേബറാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്, അത് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നതാണ് ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനിയുണ്ട് പ്രധാനമായിട്ട് മറ്റൊരു കൺസെപ്റ്റും കൂടെ നമുക്ക് കാണാനുണ്ട്. ദാറ്റ് ഈസ് ദ മാർജിനൽ പ്രൊഡക്റ്റ്. എന്താണ് മാർജിനൽ പ്രൊഡക്റ്റ്? അല്ലെങ്കിൽ മാർജിനൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ഓഫ് an input is defined as the change in total output due to a change in the unit change in the use of an input while quantities of other inputs remaining constant. അപ്പോൾ മറ്റു ഉൽപ്പന്നങ്ങൾ വ്യത്യാസം വരുത്താതെ ഏതെങ്കിലും ഉൽപ്പന്നത്തിന്റെ ഏതെങ്കിലും ഒരു ഉൽപാദന ഘടകത്തിന്റെ തോത് ഓരോന്നായിട്ട് നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ മൊത്തം ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെ നമ്മൾ പറയുന്നത് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയത്തിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള എന്താണ് മാർജിനൽ പ്രൊഡക്റ്റ്, എന്താണ് ആവറേജ് പ്രൊഡക്റ്റ്, എന്താണ് പിന്നെ ടോട്ടൽ പ്രൊഡക്റ്റ്, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഒന്നും കൂടെ പറയാം. മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ടോട്ടൽ, മൊത്തം ഉൽപ്പന്നത്തിൽ എന്തുമാത്രം വ്യത്യാസം വരുന്നു. എന്തുകൊണ്ടാണ് വ്യത്യാസം വരുന്നത്? കാരണം നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ് ഇൻപുട്ടും കൂടെ നമ്മൾ പ്രൊഡക്ഷനിൽ ഇടുമ്പോൾ മൊത്തം ഉൽപ്പന്നത്തിൽ എന്തുമാത്രം വ്യത്യാസം വരുന്നു. ഐ നീഡ് നോട്ട് സേ എങ്ങനെയാണ്, മറ്റ് ഘടകങ്ങൾക്കൊന്നും വ്യത്യാസമല്ല. when the other factors are kept constant, say for example capital is kept constant and we are increasing labor unit by one, അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ഉൽപ്പന്നത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസത്തെ നമ്മൾ പറയുന്നത് മാർജിനൽ പ്രൊഡക്റ്റ്. ഇറ്റ് ഈസ് ദ അഡീഷൻ ടു ടോട്ടൽ പ്രൊഡക്റ്റ്. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നത് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. ആവറേജ് യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി എന്നൊക്കെ പറഞ്ഞത് ഇത് പ്രൊഡക്റ്റ് ആണ്. ഇറ്റ് ഈസ് ദ അഡീഷൻ ടു ടോട്ടൽ പ്രൊഡക്റ്റ് when the input is increased by 1 unit. ടോട്ടൽ ഉൽപ്പന്നത്തിൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസം എന്തുകൊണ്ടാണ്? കാരണം ഇൻപുട്ടിൽ ഓരോ യൂണിറ്റിലും നമ്മൾ വർദ്ധിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന വ്യത്യാസം ആണ് നമ്മൾ പറഞ്ഞത് മാർജിനൽ പ്രൊഡക്റ്റ്. സേ the short form is there. Marginal product of MPL, marginal product of labor, is equal to delta Q divided by delta L. Delta Q stands for change in output. Change in output എന്തുകൊണ്ടാണ്? Due to the change in the labor, or that is the input that we have used. അപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് മറക്കരുത്, ആവറേജ് പ്രൊഡക്റ്റ് മറക്കരുത്, മാർജിനൽ പ്രൊഡക്റ്റ് മറക്കരുത്. ഇനി ഈ ഒരു ടേബിള് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഈ ചാപ്റ്റർ ഇത് മാത്രം പഠിച്ചാൽ ബാക്കി എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡക്റ്റ് നമ്മൾ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പഠിച്ചു. ഇത് ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് നമ്മൾ പഠിക്കും. അപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും ഇതെല്ലാം നോക്കിയേ. ഫസ്റ്റ് കോളം എടുക്കുക, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് ഫിക്സ്ഡ്. ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, ഒരു ഉൽപാദന ഘടകം നമ്മൾ ഫിക്സ് ആയിട്ട് വെച്ചിരിക്കുന്നത്. മറ്റു ഉൽപാദന ഘടകം നമ്മൾ എന്താണ്? ലേബർ ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് ഉൽപാദന ഘടകങ്ങൾ, ഒരെണ്ണം സ്ഥിരമാണ്, മറ്റേത് നമ്മൾ വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ മൂന്നാമത്തേത് നോക്കിയേ, ആദ്യത്തേത് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. എല്ലാം 0 തൊട്ട് 10 വരെ നമ്മൾ ലേബർ വ്യത്യാസം വരുത്തുമ്പോൾ ക്യാപിറ്റലിൽ യാതൊരു വിധത്തിലുള്ള വ്യത്യാസം വരുത്തില്ല. ഇൻ അതർ വേർഡ്സ്, ദ ക്യാപിറ്റൽ, ദ ഇൻപുട്ട് ക്യാപിറ്റൽ ഈസ് ഫിക്സ്ഡ്. On the other hand, the input labor, amount of labor L 0 to 10, ഇത് വേരി ചെയ്യുന്നതാണ്. മൂന്നാമത്തെ കോളം നോക്കുക, ടോട്ടൽ പ്രൊഡക്റ്റിൽ ഉണ്ടാവുന്ന വ്യത്യാസം. മനസ്സിലായോ? ഓരോ ടോട്ടൽ പ്രൊഡക്റ്റിൽ ഓരോ നമ്മൾ ഉൽപ്പന്നവും ഓരോ ഇൻപുട്ടും നമ്മൾ ഓരോന്നായിട്ട് വർദ്ധിക്കുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റിൽ എന്തുമാത്രം വ്യത്യാസം വരും. ഇനി ഈ മൂന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ആവറേജ് പ്രൊഡക്റ്റും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, മാർജിനൽ പ്രൊഡക്റ്റും കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ശ്രദ്ധിക്കുക,
വളരെ വളരെ ശ്രദ്ധിച്ച് ഇത് ആദ്യം തന്നെ ഈ ടേബിൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം പെട്ടെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഐ റിപ്പീറ്റ് വൺസ് മോർ. ആദ്യത്തെ കോളം ഫിക്സ്ഡ് ഫാക്ടർ ആണ്. കെ സ്റ്റാൻഡ്സ് ഫോർ ക്യാപിറ്റൽ. അത് ഫിക്സ്ഡ് ഫാക്ടർ ആണ്. നോക്കിയേ, 0 തൊട്ട് 10 വരെ നമ്മൾ ലേബർ 1, 2, 3 ഓരോ യൂണിറ്റ് ആയിട്ട് നമ്മൾ വർദ്ധിക്കുമ്പോൾ ക്യാപിറ്റൽ ഈസ് റിമൈനിങ് ഫിക്സ്ഡ്. ഇനി അതുകൊണ്ടാകുമ്പോൾ നമ്മളുടെ ടോട്ടൽ പ്രൊഡക്റ്റിൽ നമുക്ക് എന്തുമാത്രം വ്യത്യാസം വരുന്നു നോക്കുക. ആദ്യമായിട്ട് നമ്മൾ എടുക്കുക, ആദ്യത്തെ 5 ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് 0 ലേബർ ഉപയോഗിക്കണേ. നമുക്കറിയാം ക്യാപിറ്റൽ മാത്രമായിട്ട് നമുക്ക് ഒന്നും തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞു ലേബർ ആൻഡ് ക്യാപിറ്റൽ ആർ ജസ്റ്റ് ലൈക്ക് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ദേ മൂവ് ടുഗദർ. കാര്യം നിങ്ങൾ തല്ലുപിടിക്കുമെങ്കിലും ബ്രദേഴ്സും സിസ്റ്റേഴ്സും കൂടെ തല്ലുപിടിക്കുമെങ്കിലും ബട്ട് ദേ മൂവ് ടുഗദർ. കാരണം എന്താണ്, ക്യാപിറ്റൽ റിച്ച് കൺട്രീസ് ഉണ്ട്, ഗൾഫ് പോലത്തെ അല്ല, ക്യാപിറ്റൽ റിച്ച് കൺട്രീസ് ഉണ്ട്. വാട്ട് ദേ റിക്വയർ ഈസ് ലേബർ, നോട്ട് ക്യാപിറ്റൽ. ദേ ഡോണ്ട് റിക്വയർ ക്യാപിറ്റൽ. വാട്ട് ദേ റിക്വയർ ഈസ് ലേബർ. അതുകൊണ്ടാണ് ധാരാളം ആളുകൾക്ക്, ഇന്ത്യയിൽ നിന്നുള്ള ധാരാളം ആളുകൾക്ക് ഗൾഫ് മേഖലകളിൽ തൊഴിൽ കിട്ടുന്നതിന്റെ സാധ്യത കൂടുതലാണുള്ള കാരണം ഇതാണ്. കാരണം അവർക്ക് ക്യാപിറ്റൽ ഉണ്ട്, മൂലധനമുണ്ട്, അവർക്ക് ലേബർ ഇല്ല. അപ്പോ ആദ്യത്തെ നോക്കിയ 5 ക്യാപിറ്റൽ പക്ഷെ നോ ലേബർ. ദാറ്റ് മീൻസ് ടോട്ടൽ പ്രൊഡക്റ്റ് 0 ആണ്. ടോട്ടൽ പ്രൊഡക്റ്റ് 0 വരുമ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് 0 ആണ്. മാർജിനൽ പ്രൊഡക്റ്റും അതനുസരിച്ച് 0 തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് എടുത്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ടോട്ടൽ പ്രൊഡക്റ്റ് മാത്രം എടുക്കാം. 5 ക്യാപിറ്റൽ ഈസ് റിമൈനിങ് ഫിക്സ്ഡ്. എന്നിട്ട് 1 ലേബർ ഉണ്ടാവുമ്പോൾ നമുക്ക് ടോട്ടൽ പ്രൊഡക്റ്റ് നമുക്ക് എത്ര കിട്ടി? 20 കിട്ടി. ആദ്യം തന്നെ ആദ്യത്തെ 3ാമത്തെ കോളം ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. എന്നാലേ നിങ്ങൾക്ക് ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനി രണ്ടാമത്തേത് 2 ലേബർ കൂടിയപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. വർദ്ധിക്കുന്ന തോത് ഇൻക്രീസിങ് റേറ്റിലാണ്. അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. ഡബിൾ ആണെങ്കിൽ 40 വരുവുള്ളൂ, അതിനെക്കാട്ടിയും കൂടുതലാണ്. ഇറ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. കാരണം എന്താണ്? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺസ്. അതിനകത്ത് നമ്മൾ പറയുന്നത് മനസ്സിലായോ? ഇൻക്രീസിങ് റിട്ടേൺസ് ഉണ്ട്, ഡിമിനിഷിങ് റിട്ടേൺസ്, കോൺസ്റ്റന്റ് റിട്ടേൺസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിമിനിഷിങ് റിട്ടേൺസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യത്തെ ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് ഇൻക്രീസിങ്. വർദ്ധിത തോതിലാണ് വർദ്ധിക്കുന്നത്, സാധാരണ വർധനവല്ല. സാധാരണ വർധന ഇരട്ടിയാകാം, ഇത് അതിനെക്കാട്ടിയും കൂടുതലാണ് വർദ്ധിക്കുന്നത്. ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് 60. മൂന്നാമത് എടുക്കാം. മൂന്നാമത് 1 ലേബറും കൂടെ കൂടുന്നതാണ്. മനസ്സിലായ? ടോട്ടൽ പ്രൊഡക്ഷൻ ഈസ് ഇൻക്രീസിങ്. 120 ആയി. അപ്പൊ ആദ്യത്തേത് വർദ്ധിക്കുന്നത് ഡബിളിനെക്കാട്ടിയും കൂടുതൽ വർദ്ധിച്ചു. പക്ഷെ ലേബറേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ നോക്കിക്കോളുക, ഇനിയിപ്പോ 120 ആയി. 4ാമത്തെ യൂണിറ്റ്, 4ാമത്തെ ആളും കൂടെ തൊഴിലാളി ഈ ഉൽപാദന മേഖലയിൽ വരുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് എത്രയാണ്? 160 ആയി. കൂടുന്നുണ്ട്, പക്ഷെ ആദ്യത്തെ തോതിൽ അത്രയും വർദ്ധിക്കുന്നില്ല. കാരണങ്ങൾ പിന്നീട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 5ാമത് ഒരു തൊഴിലാളിയും കൂടെ രംഗത്ത് വരികയാണ് തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ 160ൽ നിന്ന് ടോട്ടൽ പ്രൊഡക്റ്റ് എത്രയാണ്? 190 എത്തി. ഓക്കെ, 6ാമത് ഒരാളും കൂടെ തൊഴിലിന് വരികയാണ്. അപ്പോൾ 216 വർദ്ധിക്കുന്ന തോത് കുറഞ്ഞു വരികയാണ്. ആദ്യം 0, 20, 40 പകരമായിട്ട് 60, 60 പിന്നെ 120, പിന്നെ 160. ഡബിളായി. 60 നിന്ന് 120 ഡബിളായി. പിന്നെ 120 160 ഡബിൾ അല്ല, ആകുന്നില്ല. അപ്പൊ ഉൽപ്പാദിപ്പിക്കുന്ന തോത് സാവധാനം കുറഞ്ഞു വരികയാണ്. 7ാമത് എടുത്തോ നോക്കിയേ. 7ാമത് ഒരു തൊഴിലാളിയും കൂടി വരുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് നമ്മൾ പരമാവധിയിൽ എത്തിക്കഴിഞ്ഞു. 224. മനസ്സിലായോ? ഈ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഓരോന്നിനും അതിൻ്റെതായിട്ട് 7ാമത്തെ യൂണിറ്റ് എടുക്കുമ്പോൾ ടോട്ടൽ യൂണിറ്റ് 224 ആയി. മനസ്സിലായോ? വീണ്ടും നോക്കിക്കൊള്ളുക. 8ാമത്തെ യൂണിറ്റ് എടുത്തപ്പോൾ മനസ്സിലായോ? അതുകൊണ്ട് ഒരു പിന്നെ ഈ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം നടത്തുന്ന ആ ഒരു ഫാക്ടറി ഓണറിന് കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കുറച്ച് ചെലവ് മാത്രമേ കൂടിയിട്ടുള്ളൂ. കാരണം ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് റിമൈനിങ് ദ സെയിം. 224 ആണ്. അപ്പൊ ആ 7ാമത്തെ യൂണിറ്റ് വരെ മാത്രമേ അദ്ദേഹത്തിന്റെ
ടോട്ടൽ പ്രൊഡക്റ്റിന് വർധനവ് വരുന്നുണ്ട്. ഈ 8ാമത്തെ ആളെ എടുത്തപ്പോൾ അയാൾ വന്ന് ജോലി ചെയ്ത് അയാൾക്ക് ശമ്പളം കൊടുക്കണം. പക്ഷെ ഫാക്ടറി മാനേജറിന് യഥാർത്ഥത്തിൽ ടോട്ടൽ പ്രൊഡക്റ്റിന് അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഇറ്റ് ഈസ് വൺ ആൻഡ് ദ സെയിം. ഇനി 9ാമത്തെ എടുത്തോ, പിന്നെയോ ആളുകൾ എടുക്കണേ. ആരെങ്കിലൊക്കെ ചാരിറ്റിയോ ഡൈയിങ് ഇൻ ഹാർനസോ കൊണ്ടോ ഏതെങ്കിലുമൊക്കെ റെക്കമെൻഡേഷൻ കൊണ്ടോ ആരെങ്കിലും പിന്നെയും വന്ന് എഴുതിക്കുകയാണെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റിന് കുറവ് വരികയാണ്. അവിടെ ആളുകൾക്ക് നിൽക്കാൻ സ്ഥലമില്ല. മേ ബി ഒരു ടൈലറിങ് യൂണിറ്റ് ആയിരിക്കും, 10 മെഷീൻ ഉണ്ട്, 10 പേര് ജോലി ചെയ്യാനുണ്ട്. ഒരാൾ എഴുന്നേറ്റ് മാറുമ്പോഴേ ചിലപ്പോൾ അടുത്ത ആൾക്ക് ചിലപ്പോൾ അവിടെ ഏതെങ്കിലും മെഷീനിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അനാവശ്യമായിട്ട് ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഉൽപാദനം എപ്പോഴും കൂടി 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 വരികയില്ല. ഇതൊരു ഇൻഡിക്കേഷനാണ്. 10ാമത്തെ അടുത്ത് നോക്കിയേ. അപ്പോ 224 നിന്ന് 9ാമത്തെ ആള് വന്നപ്പോ 216 ഉള്ളു. അതിന്റെ അർത്ഥം എന്താണ്? മൊത്തം ഉൽപ്പന്നത്തിൽ കാര്യമായിട്ടുള്ള കുറവ് വന്നിട്ടുണ്ട്. വീണ്ടും ആള് എടുക്കണേ. 10 വന്നപ്പോ 216 നേരത്തെ ഉണ്ടായത് 200 വീണ്ടും കുറഞ്ഞു വന്നു. അപ്പൊ ടോട്ടൽ പ്രൊഡക്റ്റ് മനസ്സിലായോ? ആദ്യമായിട്ട് നമ്മൾ ഒരു ഉൽപാദന മേഖലയിൽ വരുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റിന് കാര്യമായിട്ടുള്ള വ്യത്യാസം ഇനിഷ്യൽ സ്റ്റേജിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഉണ്ടാവുന്ന വർധനവിന്റെ തോത് സാവധാനം കുറഞ്ഞു വരും അൺടിൽ മാക്സിമം പോയിന്റിലെത്തും. മാക്സിമം പോയിന്റിലെത്തിയതിനു ശേഷം വീണ്ടും തൊഴിലാളികളുടെ ക്യാപിറ്റൽ വ്യത്യാസം വരുത്തുക. അതും ഞാനിവിടെ പ്രത്യേകം പറയണം. ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മൂലധനത്തിന്റെ തോത് വ്യത്യാസം വരുത്താതെ ലേബർ മാത്രമായിട്ട് വ്യത്യാസം വരുത്തിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി എത്തിയതിനു ശേഷം പിന്നെ നമുക്ക് കിട്ടാൻ പോകുന്നത് നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും. നോക്കിയേ, 224 നിന്ന് 216 കുറഞ്ഞു, 216 നിന്ന് 200 കുറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് 3 മനസ്സിലായി. ഇനി നമുക്ക് കണ്ടുപിടിക്കുക. ഇതിന്റെ രണ്ടിന്റെയും ഫോർമുല നമുക്കറിയാം. ആവറേജ് പ്രൊഡക്റ്റിന്റെ ഫോർമുല നമുക്കറിയാം, അതുപോലെ തന്നെ മാർജിനൽ പ്രൊഡക്റ്റിന്റെ ഫോർമുലയും നമുക്കറിയാം. ആദ്യത്തേത് എടുത്തോ, 5 ക്യാപിറ്റൽ 0. ഞാൻ പറഞ്ഞു നോ, ടോട്ടൽ പ്രൊഡക്റ്റ് 0 ആണ്. മാർജിനൽ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റും അത് കാരണം 0, മാർജിനൽ പ്രൊഡക്റ്റും 0. അപ്പോ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒരു ലേബർ, ഒരു തൊഴിലാളി വരികൻ, ക്യാപിറ്റൽ റിമെയിൻ ഇൻ ദ സെയിം, മൊത്തം ഉൽപ്പന്നം 20. അപ്പൊ ആവറേജ് പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? 20 ഡിവൈഡഡ് ബൈ 1 വിൽ ഗീവ് യു 20 തന്നെ. മാർജിനൽ പ്രൊഡക്റ്റിലും വ്യത്യാസമില്ല, അത് തന്നെ 20 തന്നെയാണ്. രണ്ടാമത് ഒരു തൊഴിലാളി വരികയാണ്, ടോട്ടൽ പ്രൊഡക്റ്റ് 60. അപ്പൊ എന്താണ് ആവറേജ് പ്രൊഡക്റ്റ്? എത്രയാണ്? 60 ഡിവൈഡഡ് ബൈ 2 വിൽ ഗീവ് യു 30. ഇനി മാർജിനൽ പ്രൊഡക്റ്റ് എത്രയാണ്? 20 നിന്ന് ഒരു തൊഴിലാളിയും കൂടി നമ്മൾ വർദ്ധിപ്പിച്ചപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റിൽ എന്തുമാത്രം വ്യത്യാസം വന്ന് 20 നിന്ന് എത്രയായി? 60. അത് കാരണം എത്രയാണ്? മാർജിനൽ പ്രൊഡക്റ്റ് 40. സോ സിമ്പിൾ. മൂന്നാമത്തെ ഒരാളെടുത്തോ, 120. ടോട്ടൽ പ്രൊഡക്റ്റിൽ 120. അപ്പൊ 120 ആവറേജ് പ്രൊഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ പ്രൊഡക്റ്റിനെ നമ്പർ കൊണ്ട് 3 തൊഴിലാളികൾ, അപ്പൊ 3 പേരെ ഉപയോഗിച്ചേക്കണം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആവറേജ് പ്രൊഡക്റ്റ് 40 കിട്ടും. അപ്പോ ഒരു തൊഴിലാളിയും കൂടി നമ്മൾ എംപ്ലോയ് ചെയ്തപ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് ആയി നേരത്തെ 60 ആയിരുന്നു വെച്ചത്, ഇപ്പൊ എത്രയായി? 120. അപ്പൊ എന്താണ് അഡീഷൻ? 60 120 ആകാനായിട്ട് എന്തുമാത്രം നമ്മൾക്ക് അഡീഷൻ നടത്തേണ്ടി വന്നു? 60. അപ്പൊ മാർജിനൽ പ്രൊഡക്റ്റ് 60. ഓക്കെ, അങ്ങനെ പോവുകയാണ്. 4 എടുക്ക്. ടോട്ടൽ പ്രൊഡക്റ്റ് 160. ആവറേജ് പ്രൊഡക്റ്റ് 160 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് വിൽ ഗിവ് യു 40. എന്തുമാത്രമാണ് വർധനവുണ്ടായത്? നേരത്തെ 3 ആയപ്പോൾ 120 ആയിരുന്നു, അതിപ്പോ 160. 160 മൈനസ് 120 ദാറ്റ് വിൽ ഗിവ് യു എത്രയാണ്? 40. അഞ്ചാമത്തത് 190. ഓക്കെ, 190 ഡിവൈഡഡ് ബൈ 5 വിൽ ഗിവ് യു 38. ദാറ്റ് ഈസ് ആവറേജ് പ്രൊഡക്റ്റ്. പിന്നെ മാർജിനൽ പ്രൊഡക്റ്റ് 160 നിന്ന് ഒരു ലേബറും കൂടി വന്നപ്പോൾ എന്തുമാത്രം ടോട്ടൽ പ്രൊഡക്റ്റിൽ എന്തുമാത്രം വർധനം വന്ന്? 30. അതാണ് ഇവിടെ കാണുന്നത് 30. ആറാമത്തത് ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു പോകും. ആറാമത്തത് 216. 216 ഡിവൈഡഡ് ബൈ 6, 36 ആവറേജ് പ്രൊഡക്റ്റ്. അപ്പോൾ എത്രയാണ്?
190 നിന്ന് 216 മൈനസ് 190 മാർജിനൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. അങ്ങനെയാണ്, മനസ്സിലായോ? പുതിയ ടോട്ടൽ പ്രൊഡക്റ്റിൽ നിന്ന് പഴയ ടോട്ടൽ പ്രൊഡക്റ്റ് നമ്മൾ കുറക്കുക. അപ്പൊ എത്ര നമുക്ക് കിട്ടി? 26. 7 എടുത്തോ. 224 ഡിവൈഡഡ് ബൈ 7 വിൽ ഗിവ് യു 32. ഓക്കെ, എത്രയാണ് 216 224 എത്രതിന് വേണ്ടിയിട്ട്? 8. ഇനി അടുത്തതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, 8 തൊഴിലാളികൾ നമ്മൾ എംപ്ലോയ് ചെയ്യുമ്പോൾ 224 തന്നെയാണ് നമുക്ക് വരുന്നത്. ഇതിനൊക്കെ അർത്ഥമുണ്ട്. 224. അപ്പോൾ 224 ഡിവൈഡഡ് ബൈ 8 വിൽ ഗിവ് യു 28. പക്ഷേ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് 0. ഒരാൾ അഡീഷണൽ ആയിട്ട് വന്നപ്പോൾ അഡീഷണൽ ആയിട്ട് അവർക്ക് ടോട്ടൽ ഉൽപ്പന്നത്തിലേക്ക് യാതൊരു വിധത്തിലുള്ള വർധനയും അവർക്ക് സാധിച്ചില്ല. ആൻഡ് therefore that is 0. 9ാമത്തേത് 224 നിന്ന് 216 216 ഡിവൈഡഡ് ബൈ 9 that will give you 24. പക്ഷേ മാർജിനൽ പ്രൊഡക്റ്റ് എന്താണ്? താഴത്തോട്ട് പോയി, -8 ആയി. 10ാമത്തേത് വന്നപ്പോൾ 200 ഡിവൈഡഡ് ബൈ 10 will give you average product, and average product is 20 and marginal product is 60. I hope you understood what I meant. ഇനി അടുത്തത് ഈ ഡയഗ്രാമത്തിലെടുത്ത് നോക്കിക്കോ. മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ആവറേജ് പ്രൊഡക്റ്റ് വെൻ ആവറേജ് പ്രൊഡക്റ്റ് ഈസ് റൈസിങ്. ആവറേജ് പ്രൊഡക്റ്റ് 20, 30, 40 വരെ റൈസ് ചെയ്യുമ്പോൾ എന്താണ്? മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ഗ്രേറ്റർ. മാർജിനൽ പ്രൊഡക്റ്റ് 20, 40, 60 ആണ്. മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ആവറേജ് പ്രൊഡക്റ്റ്. ആവറേജ് പ്രൊഡക്റ്റ് 20, 30, 40 ആയിട്ട് ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻക്രീസിങ് 20, 40, 60. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ബ്ലോക്കിൽ അടിച്ചിട്ടേക്കുന്നത്. മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ആവറേജ് പ്രൊഡക്റ്റ് വെൻ ആവറേജ് പ്രൊഡക്റ്റ് ഈസ് റൈസിങ്. ഇനി രണ്ടും ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ഈക്വൽ ആണ്. ഈക്വൽസ് ആവറേജ് പ്രൊഡക്റ്റ് വെൻ ആവറേജ് പ്രൊഡക്റ്റ് ഈസ് അറ്റ് മാക്സിമം. ആവറേജ് പ്രൊഡക്റ്റ് മാക്സിമത്തിൽ എത്തിയതിനു ശേഷം പിന്നെ താഴത്തോട്ട് പോരുകയാണ്. ആവറേജ് പ്രൊഡക്റ്റ് 40 എത്തിയതിനു ശേഷം പിന്നെ താഴത്തേക്ക് പോരുകയാണ്. അപ്പോൾ ഈക്വൽസ് ആവറേജ് പ്രൊഡക്റ്റ് ഈക്വൽസ് average product when average product is at maximum, and അതിനുശേഷം it is less than average product. മനസ്സിലായോ? ആവറേജ് പ്രൊഡക്റ്റിനെക്കാട്ടി നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റിന്റെ സവിശേഷതയാണ് നമ്മൾ പറയുന്നത്. മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ആവറേജ് മാർജിനൽ പ്രൊഡക്റ്റ് എന്തിന്റെ? മാർജിനൽ പ്രൊഡക്റ്റിന്റെ പൊസിഷൻ എന്താണ്? ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ. ആ ഇനിഷ്യൽ സ്റ്റേജിൽ 40 വരെയും മാർജിനൽ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റിനെക്കാട്ടിയും കൂടുതലാണ്. പിന്നെ ഈക്വൽസ് ആവറേജ് പ്രൊഡക്റ്റ് 40 ഈക്വൽസ് ആവറേജ് പ്രൊഡക്റ്റ് വെൻ ആവറേജ് പ്രൊഡക്റ്റ് ഈസ് മാക്സിമം. ആവറേജ് പ്രൊഡക്റ്റ് വരുന്നത് മാക്സിമത്തിൽ വരുന്നത് 40 ആണ്. ആ 40ൽ എത്തുമ്പോൾ അത് ഈക്വൽ ആവും. ആൻഡ് അതിനുശേഷം മാർജിനൽ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റിനെക്കാട്ടി കുറവായിരിക്കും. ആൻഡ് ഈസ് ലെസ് ദാൻ ആവറേജ് പ്രൊഡക്റ്റ് വെൻ ആവറേജ് പ്രൊഡക്റ്റ് ഈസ് falling. I hope you understood. കാരണം ഇനി ഇതിന്റെ ഒരു ഡയഗ്രാമാണ് ഇനി നമുക്ക് കാണാൻ പോകുന്നത്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് ഒക്കെ അതിനകത്ത് വരുമപ്പ. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ്. നമുക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, when marginal product increases, average product also increases. പക്ഷെ അറ്റ് എ റേറ്റ് ദാറ്റ് ഇസ് ലോവർ ദാൻ ദ മാർജിനൽ പ്രൊഡക്റ്റ്. മാർജിനൽ പ്രൊഡക്റ്റിന്റെ റേറ്റ് ആണ് കൂടുതൽ വരുന്നത്. കണ്ട, അറ്റ് എ റേറ്റ് മാർജിനൽ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റ് കൂടുന്നുണ്ടെങ്കിലും മാർജിനൽ പ്രൊഡക്റ്റിനെക്കാട്ടി കുറഞ്ഞ തോതിലാണ് യഥാർത്ഥത്തിൽ ഈ പിന്നെ ആവറേജ് പ്രൊഡക്റ്റ് വർദ്ധിക്കുന്നത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് that even when marginal product starts declining but remains greater than the average product. അപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ചെയ്യുമ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് മാർജിനൽ പ്രൊഡക്റ്റിനെക്കാട്ടിയും കൂടുതലായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. അടുത്തത്, when average product is maximum, marginal product is equal to 0. when എന്താണ്? Marginal product is maximum, average product is equal to, yes, when marginal product, when average product is, excuse me once more, when average product is maximum, average product maximum എത്ര എന്താണ്?
This is when average product is maximum, that is 40, that is maximum. അതിനുശേഷം പിന്നെ 38, 36, 32, 28 താഴത്തോട്ട് പോവുകയാണ്. When average product is maximum, the marginal product is 0, that is also 40. Then beyond this point, when the marginal product declines, it also pulls down average product. മാർജിനൽ പ്രൊഡക്റ്റ് താഴോട്ട് വരുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റിനെയും താഴേക്ക് വലിച്ചു കൊണ്ടുവരും. പക്ഷെ ഇത് ഈ വീഴ്ച മാർജിനൽ പ്രൊഡക്റ്റിന്റെ വീഴ്ച കൂടുതലാണ്. ആവറേജ് പ്രൊഡക്റ്റ് ഈവൻ ദോ ഇറ്റ് കംസ് ഡൗൺ ഗ്രാജുവലി, പക്ഷേ മാർജിനൽ പ്രൊഡക്റ്റിനെ പോലെ താഴേക്ക് വരുന്നുമില്ല. ഓക്കെ, ഇനിയാണ് ടോട്ടൽ പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. As long as marginal product is positive, total product curve will continue to rise. As long as marginal product is positive, total product curve will continue to rise. Total product curve, it will continue to rise. As long as it is positive, total product curve will continue to rise. Second one, when marginal product is 0, total product curve reaches its highest point. It may be noted that when the 8th unit of labor input is employed, marginal product of labor becomes 0 and the total product is maximum. ഇത് ഞാൻ അടുത്ത ഒരു ഡയഗ്രാം ഉണ്ട്, അതിന്റെ എക്സ്പ്ലനേഷൻ ആണിത്. Thereafter, marginal product of the labor is negative and total product curve has a downward slope, which means that total product falls gradually. നോക്കിക്കോളുക. ഇതാണ് നമ്മളെ ഇത്രയും നേരം ഞാൻ ഈ കിടന്ന് പറഞ്ഞതിന്റെ എക്സ്പ്ലനേഷൻ ഇതാണ്. ഓക്കെ, മൂന്നാമത്തെ ലേബർ യൂണിറ്റ് വരെ. ഓക്കെ, ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്. ആ പോയിന്റ് ഇ എന്ന് പറഞ്ഞത് ദ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയും. ഇനി ഇത് കൂടാതെ അതിനുശേഷം ടി പി ഈസ് ടോട്ടൽ പ്രൊഡക്റ്റ്. അതിനുശേഷം ഇയിൽ നിന്ന് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനിൽ നിന്ന് ടോട്ടൽ പ്രൊഡക്റ്റ് വർദ്ധിക്കുമെങ്കിലും ആ വർധനവിന്റെ തോത് സാവധാനമാണ്. ഇറ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് എ ഡിമിനിഷിംഗ് റേറ്റ്, not at an increasing rate, but it is increasing at a കുറേശ്ശെ DF വരെ അതുപോലെ നിൽക്കും. ഇനി നമുക്ക് താഴോട്ട് വരാം. മൂന്നാമത്തെ ലേബർ ഒത്തുന്നത് വരെ, ഓക്കെ, ഇത് എച്ചിന്റെ താഴെ എഴുതുന്നത് മാർജിനൽ പ്രൊഡക്റ്റ് കർവാണ്, താഴെയുള്ളത് ആവറേജ് പ്രൊഡക്റ്റ് കർവാണ്. ഇനി ഇത് നോക്കിയോ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. മൂന്നാമത്തെ പോയിന്റ് എത്തുന്നവരെ എന്താണ്? മാർജിനൽ പ്രൊഡക്റ്റ് മാക്സിമം ആണ്. നേരെ മറിച്ച് നാലാമത്തെ പോയിന്റ് ആവുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് തീർന്നു, ഇൻക്രീസിങ് റേറ്റ് തീർന്ന്, പിന്നെ ഇൻക്രീസ് ചെയ്യുന്നത് വളരെ സാവധാനമാണ്. അപ്പൊ ഇനി ഇതെടുക്കാം നമുക്ക്. അതിന്റെ അർത്ഥം എന്താണ്? ആവറേജ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മാർജിനൽ പ്രൊഡക്റ്റും marginal product is maximum when average product is also maximum. അപ്പൊ ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും മീറ്റിംഗ് പോയിന്റ് ആണ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ഉദാഹരണത്തിൽ 40-40 പറഞ്ഞു, 40-40. അപ്പൊ when average product is maximum, marginal product cuts the average products from above. എച്ച് ആണ്, HMP1 മാർജിനൽ പ്രൊഡക്റ്റ്, മറ്റേത് AP ആവറേജ് പ്രൊഡക്റ്റ്. അപ്പോ ഇതാണ് ഈ ഏറ്റവും കൂടുതലായിട്ട് മാർജിനൽ പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ പീക്കിൽ നിൽക്കുന്നത് മൂന്നാമത്തെ യൂണിറ്റ് ലേബർ വരുന്നത് വരെ. നാലാമത്തെ യൂണിറ്റ് ലേബർ ആവുമ്പോൾ ആദ്യം നോക്കുക ടോട്ടൽ TP, ടോട്ടൽ കർവ് നോക്കുക. ടോട്ടൽ കർവിൽ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ഓവർ. കാരണം ഇറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലക്ഷൻ പോയിന്റ് ആണ്. ഇറ്റ് ഈസ് ഇൻക്രീസിങ് അറ്റ് ആൻ ഇൻക്രീസിങ് റേറ്റ്, ദെൻ ഇറ്റ് ഇൻക്രീസസ് ഗ്രാജുവലി. നാലാമത്തെ പോയിന്റിൽ എത്തുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും ഇറ്റ് ക്രോസസ് ഈച്ച് അതർ ആൻഡ് therefore they are equal at the point HI, at the point I they are equal. Why? കാരണം മാർജിനൽ പ്രൊഡക്റ്റ് കർവും ആവറേജ് പ്രൊഡക്റ്റ് കർവും they touch each other and they cross each other and therefore it is here equal.
നോക്കിക്കൊള്ളുക. ഇനി മാർജിനൽ പ്രൊഡക്റ്റ് പോസിറ്റീവ് അല്ലെ 0 ആകുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം ആണ്. ടി പി കർവ് വെൻ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് 0 എടുത്ത് കാണിച്ചു തരാം. വെൻ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് 0 കണ്ട 40 എത്തുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് ഇറ്റ് ഈസ് ദ മാക്സിമം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ആവറേജ് പ്രൊഡക്റ്റ് ഈസ് മാക്സിമം. റിപ്പീറ്റ് വൺസ് മോർ. Yes, when marginal product is 0, total product is maximum. Then when marginal product falls, when marginal product is negative, നമ്മൾ പറഞ്ഞു മാർജിനൽ പ്രൊഡക്റ്റ് മാത്രമേ നെഗറ്റീവിലോട്ട് പോകുന്നുള്ളൂ. ആവറേജ് പ്രൊഡക്റ്റ് ഇറ്റ് കംസ് ഡൗൺ ഗ്രാജുവലി. അതിന്റെ ടേപ്പറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ സാവധാനമാണ്. നോക്കിയേ, മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവിൽ വന്ന് അപ്പോഴും ആവറേജ് പ്രൊഡക്റ്റ് ഈസ് ഫോളിങ്, ബട്ട് ഇറ്റ് ഈസ് ഫോളിങ് ഗ്രാജുവലി. കണ്ട 32, 28, 24, 20 എങ്ങനെ സാവധാനം വരികയാണ്. അപ്പൊ എന്താണ്, മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആകും. Average product will never become negative, or it cannot become negative. It cannot become negative. Appo when marginal product is scale, marginal product is 0 എത്തുമ്പോൾ total product G TP maximum ആണ്. Marginal product നെഗറ്റീവിലോട്ട് പോകുമ്പോൾ average product also falls, but it falls gradually. So production with one variable input, I hope you understood. Production with one variable input, okay, or labor. In the upper part of the figure, the total product curve TP of labor is shown. In the lower part of the figure shows the how average product curve AP of labor and marginal product curve MP of labor are obtained with the help of information contained in the upper part. So നമ്മൾ ആദ്യം തന്നെ പിന്നെ യൂണിറ്റ് ഓഫ് ആദ്യം തന്നെ നമ്മൾ പ്രൊഡക്ഷൻ വിത്ത് വൺ വേരിയബിൾ എടുത്തത് ഈ 3 കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇതിൽ നിന്നാണ്, ഇത് ഇമാജിനറിയാണ്, മനസ്സിലായോ? ഇത് നമ്മളുടെ ഊഹത്തിൽ നമ്മൾ വച്ചിരിക്കുന്നതാണ്. നേരെ മറിച്ച് ഇത് രണ്ടും ഈ ടോട്ടൽ പ്രൊഡക്റ്റും അതുപോലെ നമ്പർ ഓഫ് ലേബറിൽ നിന്ന് കിട്ടിയിരിക്കുന്നതാണ് ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ 3 കോളം 5 മീൻസ് 10 ആകാം, amount of capital used to 10 ആകാം, അല്ലെ 15 ആകാം, but that 15 remains the same throughout. 0 to 10 വരെയും 15 ക്യാപിറ്റൽ ആണെങ്കിൽ 15 ക്യാപിറ്റൽ തന്നെ, മനസ്സിലായോ? എമൗണ്ട് ഓഫ് ലേബർ ഇതുപോലെ വർദ്ധിച്ചു വരികയാണ്. ടോട്ടൽ പ്രൊഡക്റ്റ് ദിസ് ഈസ് ഇമാജിനറി. ഇത്ര തന്നെ ഓണമെന്നില്ല, അത് ഞാൻ ഒരു ടേബിൾ ഉണ്ടാക്കിയതാണ്. നേരെ മറിച്ച് ആവറേജ് പ്രൊഡക്റ്റ് ഞാൻ ഉണ്ടാക്കിയതല്ല, മാർജിനൽ പ്രൊഡക്റ്റ് ഞാൻ ഉണ്ടാക്കിയതല്ല. വി ഡിറൈവ്ഡ് ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും നമ്മൾ ടോട്ടൽ പ്രൊഡക്റ്റിൽ നിന്നും എമൗണ്ട് ഓഫ് ലേബറിൽ നമ്മൾ ഉപയോഗിച്ച് മാർജിനൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ ആവറേജ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുകയും ചെയ്തു. ഓക്കെ, ദിസ് ഈസ് ഓവർ. The law of variable proportions or returns to a factor. The law of variable proportions. അതായത് as more and more input is employed, all other input quantities being held constant, normally marginal and average product of the variable input increase up to. ഇപ്പൊ നമ്മൾ വരച്ച ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത്, മനസ്സിലായോ? ഏതെങ്കിലും if it states that as more and more of some input is employed, ഇപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ലേബർ ആണ്. ലേബറിന്റെ തോത് നമ്മൾ ഗ്രാജുവൽ ആയിട്ട് വർദ്ധിച്ചപ്പോൾ മറ്റ് ഫാക്ടേഴ്സിന് വ്യത്യാസമില്ലാതെ മറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് ഇൻപുട്സ് റിമൈനിങ് കോൺസ്റ്റന്റ്, നോർമലി മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് സംഭവിക്കും? ആവറേജ് പ്രൊഡക്റ്റിന് എന്ത് സംഭവിക്കും? മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും ഇറ്റ് വിൽ ഇൻക്രീസ് അപ് ടു എ പോയിന്റ്. ഒരു പോയിന്റ് വരെ വർദ്ധിക്കും. അതിനുശേഷം thereafter marginal product starts declining and this will pull down the average product also. ഈ ആദ്യം പറഞ്ഞ കാര്യം എന്താ? ഇനിഷ്യൽ സ്റ്റേജിൽ മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും, ഫസ്റ്റ് സ്റ്റേജ് വരെ മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും വർദ്ധിക്കും. അതിനുശേഷം ഇറ്റ് സ്റ്റാർട്ട്സ് ഡിക്ലൈനിങ്. മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവിലോട്ട് പോകുമ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് കംസ് ഡൗൺ, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഗോ ടു ദ നെഗറ്റീവ്. ഇതാണ് ആദ്യത്തെ നമ്മളുടെ പോയിന്റ് നമ്മൾ പറഞ്ഞത്.
In this case, initially the marginal product of labor will increase as its amount is increased, and marginal product will also pull up the average product with it. നമ്മൾ പറഞ്ഞു average product, marginal product വർദ്ധിക്കുന്ന പോലെ തന്നെ average productനെ അതായത് pull up ചെയ്യുകയും ചെയ്യും. അപ്പോൾ total product increases at an increasing stage. ആദ്യത്തെ സ്റ്റേജിൽ first stage, second stage, third stage. The law of variable proportions in 3 stages ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയും, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയും, തേർഡ് സ്റ്റേജ് എന്ന് പറയും. അപ്പൊ എന്താണ്? If the variable input say labor is further increased, marginal product stops increasing after a product. Marginal product ഒരു പോയിന്റ് എത്തിയതിനു ശേഷം നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ തൊഴിലാളി വന്നപ്പോൾ marginal product stopped increasing after a point. Therefore, the rate of increase of total product also shows a tendency to fall. അപ്പോൾ marginal product പിന്നെ എന്താണ്? Marginal product increase when it stops increasing, എന്താണ് സംഭവിക്കുന്നത്? The rate of increase of total product also shows a tendency to fall. Ultimately, marginal product turns negative, and this causes a fall in total product itself. Okay, marginal product കെയിൽ നിന്ന് MP1 കെയിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ total product also starts declining. അത്രയും വരെയും ഇതാണ് നമ്മൾ പറഞ്ഞ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഈ ഫസ്റ്റ് സ്റ്റേജിന് ഇതാണ് ഈ പറഞ്ഞത് ഫസ്റ്റ് സ്റ്റേജ്. ഇത് സെക്കൻഡ് സ്റ്റേജ്, ഇത് തേർഡ് സ്റ്റേജ് ആണ്. തേർഡ് സ്റ്റേജിൽ നെഗറ്റീവ് റിട്ടേൺസ് ആണ്. Why negative returns? Total product is coming down. It is going down drastically, and therefore the marginal product is also coming down. Which average product, even though it comes down only slowly. When amount of labor is further expanded, total product continues to increase, though at a diminishing. അപ്പോൾ നമ്മൾ നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയൊക്കെ നമ്മൾ തൊഴിലാളികളെ എടുക്കും തോറും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ടോട്ടൽ പ്രൊഡക്റ്റ് ആദ്യം 20 എന്നുള്ളത് പിന്നെ 60 60 പിന്നെ 120 അങ്ങനെ ആ തോതിൽ ഇങ്ങനെ ഗണ്യമായിട്ട് വർദ്ധിക്കുക. ബട്ട് ഇറ്റ് വിൽ ഇൻക്രീസ് സ്ലോലി, ഗ്രാജുവലി, കണ്ടിന്യൂസ് ടു ഇൻക്രീസ് ദോ അറ്റ് എ diminishing rate. Both marginal product and average product remains positive, but both continues to diminish. നോക്കിക്കോളുക. സ്റ്റേജ് 1 പ്രോപ്പർട്ടീസ് ഓഫ് പ്രൊഡക്റ്റ് കർവ്സ്. ആദ്യം ടോട്ടൽ പ്രൊഡക്റ്റ് എന്താണ്, മാർജിനൽ പ്രൊഡക്റ്റ് എന്താണ്, ആവറേജ് പ്രൊഡക്റ്റ് എന്താണ്, പിന്നെ നമ്മൾ ആ ഡയഗ്രാമിൽ കണ്ട പോയിന്റ് എവിടം വരെയാണ് ആദ്യത്തെ പോയിന്റ്. ഫസ്റ്റ് സ്റ്റേജ്, ഫസ്റ്റ് increases at an increasing stage. Total product increases at an increasing rate. നമുക്കറിയാലോ at the point E is known as the point of എന്താണ് inflection. അപ്പൊ മാർജിനൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ആവറേജ് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് 3 പോയിന്റ് E വരെയാണ്. Then the rate of increase changes from increasing to diminishing. Total product increasing rate നിന്ന് it is increasing. പക്ഷെ ആ ഇൻക്രീസ് ചെയ്യുന്ന തോത് കുറച്ചാണ് വരുന്നത്. ഇത് റീച്ചസ്, രണ്ടാമത് മാർജിനൽ പ്രൊഡക്റ്റ് റീച്ചസ് ദ മാക്സിമം ആൻഡ് സ്റ്റാർട്ട്സ് ഡിമിനിഷിങ്. അതിനുശേഷം ഇറ്റ് സ്റ്റാർട്ട്സ് ഡിമിനിഷിങ്. ദെൻ കണ്ടിന്യൂസ് ആവറേജ് പ്രൊഡക്റ്റ് വീണ്ടും വർദ്ധിക്കുന്നതാണ്, കണ്ടിന്യൂസ് ടു ഇൻക്രീസ് അറ്റ് പോയിന്റ്സ് ഇ ആൻഡ് എച്ച്. എന്താ എച്ചിന് ശേഷവും ആവറേജ് പ്രൊഡക്റ്റ് ഈസ് ഇൻക്രീസിങ്, പക്ഷേ എച്ച് എത്തിയതിനു ശേഷം മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് സ്റ്റാർട്ട്സ് ഡിക്ലൈനിങ്. നേരെ മറിച്ച് ആവറേജ് പ്രൊഡക്റ്റ് ഈ പോയിന്റ് ഐ വരെയും ആവറേജ് പ്രൊഡക്റ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് ഗ്രാജുവലായിട്ട് താഴത്തേക്ക് വരുന്നത് മാർജിനൽ പ്രൊഡക്റ്റ്. അതിന് പിന്നെ എച്ചിന് ശേഷം തന്നെ മാർജിനൽ പ്രൊഡക്റ്റ് താഴേക്ക് വരാൻ തുടങ്ങുകയും ചെയ്തു. Then at point E and H, then stage 2 comes. It continues to increase at a diminishing rate. രണ്ടാമത്തെ സ്റ്റേജ് continues diminishing, reaches a maximum where it equals MP and then starts declining, and at a point F and J. At the point F and J. What is this? Okay. Okay. This is the second stage. Okay, this is the second stage in which total product is increasing at a diminishing rate, and it reaches the maximum point when marginal product is 0. Total product is maximum.
This is known as the decreasing or second stage, wherein marginal product is declining. Average product decline ചെയ്യുന്നുണ്ടെങ്കിലും ഇത് മാർജിനൽ പ്രൊഡക്റ്റിന്റെ ആ തോതിൽ യഥാർത്ഥത്തിൽ ആവറേജ് പ്രൊഡക്റ്റ് കുറയുന്നില്ല. കാരണം മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റേജ് 2 then it reaches മൂന്നാമത്തെ it reaches a maximum and then starts diminishing, becomes zero. മാർജിനൽ പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ സ്റ്റേജിന്റെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊഡക്റ്റ് 0 ആവും. കണ്ടിന്യൂസ് ഡിമിനിഷിങ്, ആവറേജ് പ്രൊഡക്റ്റ് വീണ്ടും പതുക്കെ പതുക്കെ ഡിമിനിഷ് ചെയ്യുന്നുണ്ട് അറ്റ് പോയിന്റ് ജി ആൻഡ് കെ. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേജിന്റെ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് 0. ഇതാണ് പ്രധാനമായിട്ട് അറിയേണ്ടത്. when marginal product is 0, total product is maximum. ഇത് രണ്ടാമത്തെ സ്റ്റേജാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് വളരെ ഇതായിട്ട് ഡിമിനിഷ് ചെയ്തുകൊണ്ട് വരും. മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആവുകയും ചെയ്യും. ഓക്കെ, തേർഡ് സ്റ്റേജ് diminishes. It is marginal product is negative, continues diminishing and to the right of points J and K. ഇത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ചിലപ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. കാരണം ബുക്കൊക്കെ കയ്യിലിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പമാകും. വീട്ടിൽ ചെന്നിട്ട് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഇപ്പം തന്നെ, അതായത് ഇന്ന് തന്നെ പരീക്ഷ സമയത്ത് ഞാൻ പഠിച്ചോളാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് തലയിലിരിക്കില്ല. ആദ്യം തന്നെ എന്തിൻ്റെ വ്യത്യാസങ്ങൾ, ആവറേജ് പ്രൊഡക്റ്റ് എന്താണ്, ടോട്ടൽ പ്രൊഡക്റ്റ് എന്താണ്, മാർജിനൽ പ്രൊഡക്റ്റ് എന്താണ്, എങ്ങനെയാണ് ആ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. വൺസ് യു നോ ഇറ്റ് യു കൺ ഡ്രോ ദ ഡയഗ്രാം. നമുക്കറിയാം പരീക്ഷയ്ക്കൊക്കെ ഡയഗ്രാം പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് വലിയ മാർക്കൊന്നും കിട്ടുന്നില്ല. സോ ഡയഗ്രാം ആവശ്യമാണ്. നേരെ മറിച്ച് ഡയഗ്രാം വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നവർക്കാണെങ്കിൽ യു ഗെറ്റ് ഫുൾ മാർക്സ്. അവിടെ പിശുക്കേണ്ട മാർക്കൊക്കെ തരുന്നതിന് വേണ്ടിയിട്ട് പിശുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ദ സ്റ്റുഡൻറ് ഓർ ദ ലേണർ ഓർ ദ എന്താണ് നിങ്ങൾ പറഞ്ഞത്, ദ ലേണേഴ്സ്, നിങ്ങൾക്കറിയാം വാട്ട് എക്സാക്ട്ലി ഇറ്റ് ഈസ്. 3 stages of production നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് characterized particularly by rising average product. 1 തൊട്ട് 4 വരെ നമ്മളുടെ when labor is employed from 1 to 4 units. ആദ്യത്തെ ടേബിൾ 1 തൊട്ട് 4 യൂണിറ്റ്സ് വരെ നമ്മൾക്ക് എന്താണ് സ്റ്റേജ് 1 ആണ്. സ്റ്റേജ് 2 ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസസ് അറ്റ് എ ഡിമിനിഷിംഗ് റേറ്റ്. ബോത്ത് മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ് ഡിക്ലൈൻ ചെയ്യുന്നു. മാർജിനൽ പ്രൊഡക്റ്റ് ബീയിങ് ബിലോ ദ ആവറേജ് പ്രൊഡക്റ്റ് ഇറ്റ് പുൾസ് ദ ലാറ്റർ ഡൗൺ ഓൾസോ. രണ്ടാമത്തെ സ്റ്റേജ് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആദ്യം ഇൻക്രീസ് ചെയ്യുന്ന തോതിൽ കൂടി ഇൻക്രീസ് ചെയ്യുന്നില്ല അറ്റ് ഡിമിനിഷിംഗ് റേറ്റ്. മാർജിനൽ പ്രൊഡക്റ്റ് താഴ്ന്നു വരുന്നു, ആവറേജ് പ്രൊഡക്റ്റിനെ താഴത്തേക്ക് വരുന്നു. പക്ഷെ മാർജിനൽ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റിന്റെ താഴെയാണ്. ബീയിങ് ബിലോ ആവറേജ് പ്രൊഡക്റ്റ് ഇറ്റ് പുൾസ് ദ ലാറ്റർ ഡൗൺ ഓൾസോ. മൂന്നാമത്തെ സ്റ്റേജ് ടോട്ടൽ പ്രൊഡക്റ്റ് ഫോൾസ് അല്ലേ. മാർജിനൽ പ്രൊഡക്റ്റ് 0 വരുമ്പോൾ ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമം ആണെന്ന് പറഞ്ഞ് അതിനുശേഷം ഇത് താഴേക്ക് വരികയാണ്. ദ ടോട്ടൽ പ്രൊഡക്റ്റ് ഫോൾസ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് നെഗറ്റീവ്. ഇതാണ് തേർഡ് സ്റ്റേജ്. ഇൻ അവർ എക്സാമ്പിൾ സ്റ്റേജ് 3 occurs when labor is employed in excess of 8 units. Actual stage of operation. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് കണ്ട്, സെക്കൻഡ് സ്റ്റേജ് കണ്ട്, തേർഡ് സ്റ്റേജ് കണ്ട്. മനസ്സിലായോ? ഒരു സപ്പോസ് യു ആർ ആൻ ഓൺട്രപ്രണർ. നിങ്ങളൊരു കമ്പനി നടത്തുന്ന ആളാണ്. നിങ്ങൾ ഏത് സ്റ്റേജിലെടുക്കും? ഫസ്റ്റ് സ്റ്റേജിലെടുക്കുക, സെക്കൻഡ് സ്റ്റേജിലെടുക്കുക, തേർഡ് സ്റ്റേജിലെടുക്കുക. മനസ്സിലായോ? ആദ്യത്തെ സ്റ്റേജിൽ നിങ്ങൾ എടുക്കുമ്പോൾ കാരണം എന്താ, നിങ്ങൾ ഇനിയും നിങ്ങളുടെ കൈവശം there are certain indivisible factors which you may have to employ when you start a business. ചിലപ്പോൾ ഒരു മെഷീൻ മേടിക്കുന്നു, ആ ഒരു മെഷീൻ കൊണ്ട് ഒരു 10 അല്ലെങ്കിൽ ഒരു 100 ചെരുപ്പോ അല്ലെങ്കിൽ ഒരു ഡോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കട്ടെ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. പക്ഷെ നിങ്ങളിപ്പോൾ 50 ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പകുതി മെഷീൻ മേടിക്കാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു മെഷീൻ തന്നെ മേടിക്കണം. ആദ്യം പുതിയ ഒരു ഉൽപ്പന്നം ഇറങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്ന് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. കാരണം എന്തിനാണ് അഡ്വർടൈസ്മെന്റ് വരുന്നത്? ഇറ്റ് ഈസ് ടു മേക്ക് യു അവെയർ ദാറ്റ് സച്ച് ആൻഡ് സച്ച് എ പ്രൊഡക്റ്റ് ഈസ് ഹിയർ. നമ്മൾ ടി വി കാണാനിരിക്കും അല്ലേ, 2 മണിക്കൂറത്തെ സിനിമ 4.5 മണിയാവും, 4 മണിക്കൂർ കഴിയും തീരും. എവറി 10 minutes ഇങ്ങനെ വരികയാണ്. ഓരോ ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തികളും പറയുന്നത് ഞങ്ങളുടെ ഉൽപ്പന്നം. നമ്മൾക്ക് പിൻ പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇന്ന പ്രൊഡക്റ്റ് മോശമെന്ന് പറയില്ല, സാധാരണ പൗഡർ മോശമാണെന്ന് പറയും.
മനസ്സിലായോ? സാധാരണ പൗഡർ മോശമെന്ന് പറയും, എന്നിട്ട് കുട്ടിക്കുറയാണ് നല്ല പൗഡർ. സാധാരണ ഉപ്പ് മോശമെന്ന് പറയും, അല്ലെങ്കിൽ ഇന്ന ഉപ്പ് അല്ലെങ്കിൽ ഇന്ന പൗഡർ മോശമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വസ്തു ഉൽപ്പാദിപ്പിക്കുന്ന ആൾ നമുക്കെതിരായിട്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും, നഷ്ടപരിഹാരം കൊടുക്കാൻ പറയും. അപ്പൊ അതുകൊണ്ടാണ് സാധാരണ ഡിറ്റർജന്റ് മോശമാണ്, അതുപോലെ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല, ഇന്ന ഡിറ്റർജന്റ് നല്ലതാണ് പറയും. അപ്പൊ ആക്ച്വൽ സ്റ്റേജ് ഓഫ് ഓപ്പറേഷൻ മീൻസ് നമുക്ക് ആദ്യം നമ്മളൊരു പ്രൊഡക്റ്റ് വിപണിയിൽ ഇറക്കുമ്പോൾ, പ്രത്യേകിച്ച് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ, എവ്രിബഡി ഈസ് ട്രൈയിങ് ടു പ്രൊഡ്യൂസ് ആൻഡ് കൺവിൻസ് ദ കസ്റ്റമേഴ്സ് ദാറ്റ് മൈ പ്രൊഡക്റ്റ് ഈസ് ദ ബെസ്റ്റ്. എന്റെ പ്രൊഡക്റ്റ് ആണ് ഏറ്റവും നല്ലത്. അതിന് വേണ്ടിയിട്ട് ഇഷ്ടം പോലെ പൈസ നമ്മൾ, വി ആർ ആക്ച്വലി ബ്രെയിൻ വാഷ്ഡ് ബൈ ഡിഫറെന്റ് അഡ്വർടൈസ്മെന്റ്. എല്ലാം പറയുന്നത് ഒന്ന് തന്നെയാണ്, ടൂത്ത് പേസ്റ്റോ സോപ്പോ ചീപ്പോ കണ്ണാടിയോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഓരോരുത്തരും പോസ്റ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ നല്ലതാണ്, ഞങ്ങളുടെ ഇതുണ്ട്, അല്ലെങ്കിൽ ഇത്ര മേടിക്കാൻ ഞങ്ങൾക്ക് നിങ്ങൾക്ക് 100 ഗ്രാം കൂടെ കൂടുതൽ തരും. ഇറ്റ് ഈസ് ആൻ ഇൻസെന്റീവ് ഫോർ യു ടു ബൈ. അപ്പൊ റാഷണൽ പ്രൊഡ്യൂസർ എപ്പോഴും ഫസ്റ്റ് സ്റ്റേജ് എടുക്കില്ല, ലാസ്റ്റ് സ്റ്റേജ് ഒട്ടും എടുക്കില്ല. കാരണം എന്താ, ഡിമിനിഷിംഗ് റിട്ടേൺസ് നെഗറ്റീവ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അദ്ദേഹത്തിന് സാധ്യതകളുണ്ട്. 50 യൂണിറ്റ് മാത്രമേ ഞാനിപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ആ യൂണിറ്റ് തന്നെ ഞാൻ കുറെ ആളുകൾക്ക് ഫ്രീ ബീസ് കൊടുക്കും, കുറച്ച് ആളുകൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കും, കുറച്ച് ആളുകൾക്ക് EMI കൊടുക്കും, ഈക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് കൊടുക്കും, ചില ആളുകൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കും. അപ്പൊ എന്റെ ആക്ച്വൽ സെയിൽസ് കുറവായിരിക്കും. ഇത് കൺസ്യൂമേഴ്സിന്റെ പ്രതികരണം നല്ലതാണെന്ന് കാണുമ്പോൾ അവർ 100 ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ മാത്രമേ ആ കമ്പനി യഥാർത്ഥത്തിൽ ഫുൾ സ്റ്റേജിൽ എത്തുള്ളൂ, ഫുൾ കപ്പാസിറ്റിയിൽ എത്തുള്ളൂ. എന്നാൽ മാത്രമേ അയാൾക്ക് കൂടുതലായിട്ട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. കോസ്റ്റ് റെഡ്യൂസ് ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് ലാഭം വർദ്ധിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ റാഷണൽ പ്രൊഡ്യൂസർ will operate in the second stage only when the law of diminishing marginal return operates. This is why the law of variable proportion is also called the law of diminishing marginal returns to a factor. ഒരു മൂന്നാമത്തെ സ്റ്റേജിലോട്ട് പോണ പ്രശ്നം ഉദിക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ സ്റ്റേജും ഓരോ സ്റ്റേജിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. നമ്മൾ ആദ്യത്തെ സ്റ്റേജ് അദ്ദേഹം ബെസ്റ്റ് ആയിട്ടില്ല, ഒരു കൃഷി ഇടത്തിൽ ചെല്ലുന്നതാണ്, ആദ്യമായിട്ട് പോയി കൃഷി ചെയ്യണേണ്, മനസ്സിലായോ? നല്ല ഫലപുഷ്ടിയായിട്ടുള്ള ഇതുവരെ ആരും കൃഷി ചെയ്തിട്ടില്ല. നാച്ചുറൽ ഫെർട്ടിലിറ്റി തന്നെ കൂടുതലുണ്ടാവും. അപ്പൊ കൃഷി ചെയ്യും. അപ്പൊ അതനുസരിച്ച് അവർക്ക് കൂടുതലായിട്ട് ഉൽപ്പന്നം കിട്ടുകയും ചെയ്യും. അപ്പൊ അവര് ഒരു പരിധി വരെ വീണ്ടും അവർക്ക് സാധ്യതയുണ്ട്, ഫുൾ കപ്പാസിറ്റിയിൽ എത്താൻ സാധ്യതയുണ്ട്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ആരും പ്രിഫർ ചെയ്യില്ല, ദേ പ്രിഫർ സെക്കൻഡ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജ് ഒരു ഇൻഡിക്കേഷൻ. സെക്കൻഡ് സ്റ്റേജ് ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമത്തിൽ എത്തുമ്പോൾ പ്രൊഡ്യൂസറിന് ഒരു ഇൻഡിക്കേഷൻ ആണ് ദാറ്റ് ഹി ഹാസ് റീച്ച്ഡ് ദ മാക്സിമം പോയിന്റ്, സാച്ചുറേഷനിലെത്തി. ഇനി തൊഴിലാളികളുടെ എണ്ണം കൂട്ടാതെയോ അല്ലെങ്കിൽ ക്യാപിറ്റലിന്റെ തോത് വർദ്ധിപ്പിക്കാതെയോ പഴയ പ്രൊപ്പോർഷനിൽ തന്നെ ഉൽപാദനം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ ചെന്ന് ചേരുന്നത് നഷ്ടത്തിലായിരിക്കും. ദെൻ എക്സ്പ്ലനേഷൻ ഓഫ് ഇൻക്രീസിംഗ് റിട്ടേൺസ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇൻക്രീസിംഗ് റിട്ടേൺസ് വരുന്നത്? മനസ്സിലായോ? ലേബർ ആൻഡ് ക്യാപിറ്റൽ ലീഡ്സ് ടു ജനറേറ്റ് ഇംപ്രൂവ്ഡ് ഓർഗനൈസേഷൻ. കൂടുതൽ ലേബറും ക്യാപിറ്റലും വരുമ്പോൾ ഇംപ്രൂവ്ഡ് ഓർഗനൈസേഷൻ വരും, വിച്ച് ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് ദ വർക്ക് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഒരു 10 ഏക്കർ സ്ഥലമുണ്ട്, ഒരാളെ ഉണ്ടെങ്കിൽ അയാൾക്ക് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റൂല. തൊഴിലാളികൾ കണ്ട 2, 3, 4 ആവുമ്പോഴേ യഥാർത്ഥത്തിൽ എല്ലാവർക്കും ജോലി ചെയ്ത് പരമാവധി അതിൽ നിന്ന് അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ തൊഴിലാളികളുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കണമെങ്കിലും അയാൾ എവിടെയെങ്കിലും മൂലക്ക് കയറി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടിരിക്കും. അയാൾ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണോ? ചിലർ പറയും ഒറ്റക്ക് പണിക്ക് പോയാലും എനിക്ക് ഇഷ്ടമല്ല സാറ്. കാര്യം എന്താ, അവിടെ പറഞ്ഞ് എങ്ങനെയല്ല എനിക്ക് വീട്ടിൽ പോയച്ചു വരുന്നത്. ഒരാളും കൂടി ഉണ്ടെങ്കിൽ വർത്താനം പറഞ്ഞിരിക്കാനല്ല, മനസ്സിലായോ? ഒരു ഡബിൾ ഇത് കിട്ടും, ആശയം കിട്ടും. ഇനി എന്ത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. എവിടെയെങ്കിലും സ്റ്റക്ക് ആയിട്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്നു. അപ്പൊ എഫിഷ്യൻസി വർദ്ധിക്കണമെങ്കിൽ, തൊഴിലാളികളുടെയും ക്യാപിറ്റലിന്റെയും എഫിഷ്യൻസി വർദ്ധിക്കണമെങ്കിൽ അവര് കൂടുതൽ ആളുകളെ വേണ്ടിവരും. Therefore, in those industries which are not engaged in raising raw material produce, an increase in labor and capital generally gives a return increase more than in proportion. അപ്പോ ഏതെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്ന യൂണിറ്റുകളിൽ കൂടുതൽ തൊഴിലാളികളുടെയും ക്യാപിറ്റലൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ അവർക്ക് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് പറയുന്നത്, കാരണം increasing returns operates not only in manufacturing industries but in all productive activities. അപ്പോൾ ഇൻക്രീസിംഗ് റിട്ടേൺസ് തൊഴിലാളികളുടെയും
ക്യാപിറ്റലിന്റെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് ചെയ്ത് അതിൽ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ അതേപോലെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ മാത്രമേ ഈ ലോ ഇൻക്രീസ് റിട്ടേൺസ് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. ബിക്കോസ് ദിസ് ലോ ക്യാൻ ഓപ്പറേറ്റ് എനിവെയർ. മാനുഫാക്ചറിങ്ങിലോ തുണി ഉണ്ടാക്കുന്നല്ലോ, സ്റ്റീലോ മറ്റ് എന്തെങ്കിലോ അല്ലെങ്കിൽ കൃഷിയിലോ എവിടെ വേണമെങ്കിലും ആകാം. So the tendency of increasing returns comes into operation because of the efficiency of factors of production is improved. അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻക്രീസ് റിട്ടേൺസ് വരാനുള്ള കാര്യം എന്താണ്? കാരണം എന്താണ്? എല്ലാ ഉൽപാദന ഘടകങ്ങളും നമുക്ക് വേണ്ട രീതിയിൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം. അപ്പം മാർഷൽ പറയുന്നതാണ്, ഇഫ് ദ ആക്ഷൻസ് ഓഫ് ദ ലോ ഓഫ് ഇൻക്രീസിങ് ആൻഡ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ആർ ബാലൻസ്ഡ് വി ഹാവ് ദ ലോ ഓഫ് കോൺസ്റ്റന്റ് റിട്ടേൺസ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഇൻക്രീസ് റിട്ടേൺസ് കഴിഞ്ഞിട്ട് പിന്നെ കോൺസ്റ്റന്റ് റിട്ടേൺസ് ഉണ്ട്. ഡബിൾ സ്റ്റേജ് ഈസ് നോൺ ആസ് ദ കോൺസ്റ്റന്റ് റിട്ടേൺസ്. അതിനുശേഷമാണ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്നത്. കാരണം എന്താണ്? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ് ഓപ്റ്റിമം കോമ്പിനേഷൻ ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. പറഞ്ഞില്ലേ, 2 ഏക്കർ സ്ഥലമുണ്ട്, 2 തൊഴിലാളികളുള്ളൂ, അവർക്ക് ഒരു സ്ഥലത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 ഏക്കർ സ്ഥലം ഫിക്സ്ഡ് ആയിട്ട് വെച്ചിട്ട് തൊഴിലാളികളുടെ എണ്ണം കൂട്ടുക. നമ്മൾ ആദ്യം ചെയ്ത പോലെ 0, 1, 2, 3, 4 എന്ന് പറയുമ്പോൾ തൊഴിലാളികളുടെ എഫിഷ്യൻസി പരമാവധി വർദ്ധിക്കും. അതനുസരിച്ച് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് ഉൽപ്പന്നങ്ങൾ പരമാവധി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. പിന്നെ ലാർജ് സൈസ് ഓഫ് ഫിക്സ്ഡ് ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞു, ഇപ്പൊ തന്നെ നേരത്തെ പറഞ്ഞു. ഇപ്പൊ ബാറ്റ ഉൽപ്പാദിപ്പിക്കുന്നു എല്ലാം. ഇപ്പൊ ബാറ്റ മാത്രം ഗോ എനിവേർ ആൻഡ് എവരിവേർ, ഗോദ്രേജോ ബാറ്റയോ അതേപോലത്തെ കമ്പനികളൊക്കെ ഹൈലി മെക്കനൈസ്ഡ് ആണ്. അപ്പൊ നമ്മൾ എനിക്ക് കുറച്ച് മാത്രം, എനിക്ക് ഒരു 10 എണ്ണം ഉൽപ്പാദിപ്പിച്ചാൽ മതി. 10 എണ്ണം ഉൽപ്പാദിപ്പിക്കുന്ന മെഷീൻ ഇല്ല. ചിലപ്പോൾ അതിന്റെ ഫുൾ കപ്പാസിറ്റി ഒരു ദിവസം 100 എണ്ണം ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള മെഷീൻ നമ്മൾ മേടിച്ചു നോക്കണം. നിങ്ങൾ 2 എണ്ണം ഉൽപ്പാദിപ്പിച്ചാൽ ഈ 2 ഉൽപ്പന്നങ്ങളും കൂടി ഈ 100 എണ്ണം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മെഷീന്റെ ചെലവ് നിങ്ങൾ വഹിക്കുന്നത്. ഒരു ട്യൂഷൻ ക്ലാസ് അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന നിങ്ങൾ പിന്നെ നേരത്തെയൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ക്ലാസ്സിലൊക്കെ പോവുകയാണെങ്കിൽ 5 പേര് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ടീച്ചർ വേണം, ഒരു ബ്ലാക്ക് ബോർഡ് വേണം, കുറേ ഡെസ്കും ബെഞ്ചും വേണം. അത് 10, 15, 20 പേരെ ആയിട്ടുണ്ടെങ്കിലും ഒരു ടീച്ചർ മതി. ഡെസ്ക് ബെഞ്ച് ആവശ്യത്തിനുണ്ട്, ഒരു ബ്ലാക്ക് ബോർഡ് മതി, ഒരു ലൈറ്റൊക്കെ ആവശ്യത്തിന് വേണം. അപ്പൊ ലാർജ് സൈസ് ഓഫ് ദ ഫിക്സ്ഡ്, ആ റൂമിന്റെ കപ്പാസിറ്റി 50 പേരാണെങ്കിൽ 50 പേര് ഇരിക്കുന്നത് വരെയും അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരു ചെലവും വേണ്ട. The teacher is one and the same. Blackboard, light, fan, everything is one and the same. അപ്പോൾ ചില ഫാക്ടേഴ്സ് ലാർജ് സൈസ് ആണ്, ഫിക്സ്ഡ് ഫാക്ടേഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് കോൺസ്റ്റന്റ് റിട്ടേൺസ് നമുക്ക് we have the balance or optimum combination of the factors of production. Constant returns ഉണ്ടാവുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം optimum combination of the factors of production and large size of the fixed factors of production. Diminished returns ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഓക്കെ, ദ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് അവരാണ് നമ്മളുടെ ആദ്യത്തെ ആളുകൾ. അവർ വിചാരിച്ചത് കൃഷിയിൽ മാത്രമേ ഈ ലോ അപ്ലൈ ചെയ്യുള്ളൂ. അതായത് കൃഷിയുടെ ഏക്കർ സ്ഥലങ്ങൾ, പിന്നെ കൃഷിയുടെ ഇടത്തിന് വ്യത്യാസമില്ലാതെ തൊഴിലാളികളുടെ എണ്ണം മാത്രം വർദ്ധിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആദ്യം പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. കാരണം എന്താ, നാച്ചുറൽ ഫെർട്ടിലിറ്റി. നമ്മൾ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും കുറിച്ച് ഫലപുഷ്ടിയായിട്ട് കുറച്ച് ചെടികളാ പച്ചക്കറികളൊക്കെ നടുമ്പോൾ വലിയ വളമിട്ടില്ലെങ്കിലും ആദ്യമൊക്കെ നടക്കുകയാണെങ്കിൽ, കാരണം നാച്ചുറൽ ഫെർട്ടിലിറ്റി കൊണ്ട് തന്നെ ഉണ്ടായിക്കൊള്ളും. പക്ഷെ നമ്മൾ വീണ്ടും നമ്മളിത് കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ നമ്മൾ ഇച്ചിരി വളമിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ മോഡേൺ എക്കോണമിസ്റ്റ് പറയുന്നത് എന്താണ്? അവര് പറഞ്ഞത് the law of diminishing marginal returns is of a far greater applicability than the classical economist, and therefore the law operates in all areas of production. അപ്പോൾ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് പറയുന്നത് മാർഷൽ, ആൽഫ്രഡ്, പിന്നെ ആഡം സ്മിത്ത് അതുപോലത്തെ ഉള്ള ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റുകളൊക്കെ അവർ പറയുന്നത് ഈ ലോ കൃഷിക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യുന്നുള്ളൂ. പക്ഷെ നേരെ മറിച്ച് മോഡേൺ ഇക്കോണമിസ്റ്റ് ജോൺ റോബിൻസണും സ്റ്റിഗ്ലർ ഇവരെല്ലാം പറയുന്നത് ഇല്ല, ഈ ലോ ഏതെല്ലാം ഉൽപാദന മേഖലകളുണ്ടോ ഇത് ഇന്ന് അല്ലെങ്കിൽ നാളെ ദിസ് ലോ ഈസ് ബൗണ്ട് ടു ഓപ്പറേറ്റ്. അതുകൊണ്ടാണ് മാർഷൽ പറയുന്നത് an increase in the capital and labor applied in the cultivation of land causes in general a less than proportionate increase in the output of produce raised unless it happens to coincide with the improvement in the art of agriculture. അപ്പൊ കാർഷിക മേഖലയിൽ നമ്മൾ കൂടുതൽ ലാൻഡും ലേബറും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ
മനസ്സിലായോ? ഈ കൂടുതൽ ലാൻഡും ക്യാപിറ്റലും കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഉൽപ്പന്നം അത്ര വലിയ കാര്യമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഇടുന്ന നമ്മൾ മുതൽ മുടക്കുന്ന അനുസരിച്ച് നമ്മൾക്ക് അതിൽ നിന്ന് റിട്ടേൺസ് കിട്ടൂല. അൺലെസ് ആൻഡ് അൺടിൽ യു ഹാവ് സം ഇംപ്രൂവ്മെന്റ് ഇൻ ദ ആർട്സ് ഓഫ് അഗ്രികൾച്ചർ. കൃഷിയുടെ സാങ്കേതിക വിദ്യയിൽ വർദ്ധിപ്പിക്കുക, ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവരിക, ഹൈ ഈൽഡിങ് വെറൈറ്റീസ് കൊണ്ടുവരിക, സീഡ്സ് കൊണ്ടുവരിക, ബെറ്റർ ഫെർട്ടിലൈസർ കൊണ്ടുവരിക, ബെറ്റർ ഇറിഗേഷൻ ഫെസിലിറ്റീസ് കൊണ്ടുവരിക. അപ്പോൾ കൃഷിയിൽ ഗണ്യമായിട്ടുള്ള വർധനവുണ്ടാവുകയും ചെയ്യും. Then limitations of the law. The law generally operates in agriculture. സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസിന്റെ പ്രധാനപ്പെട്ട മറ്റ് കമ്പനികളും വ്യവസായ സ്ഥാപനങ്ങളൊക്കെ കാര്യമായിട്ട് നോക്കില്ല. പക്ഷെ കൃഷിയിൽ ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കും. Then there should be no improvement in agricultural techniques. അപ്പോൾ ഈ ലോ യഥാർത്ഥത്തിൽ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ കാരണം there should be no improvement in agri. അപ്പോൾ നമുക്ക് ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി, ഡിമിനിഷിംഗ് മാർജിൻ റിട്ടേൺസ് നമുക്ക് പ്രകടമായിട്ട് നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും. സോ സാധാരണഗതിയിൽ ദി ലോ ഡിമിനിഷിംഗ് റിട്ടേൺസ് നമ്മൾ പറഞ്ഞ പോലെ മോഡേൺ ഇക്കോണമിസ്റ്റ് പറയുന്നത് ദിസ് ലോ നോട്ട് ഓൺലി ഓപ്പറേറ്റ്സ് ഇൻ അഗ്രികൾച്ചർ, ഇറ്റ് ഓൾസോ ഓപ്പറേറ്റ്സ് ഇൻ അതർ സെക്ടേഴ്സ് ഓൾസോ. അത് നമ്മൾ എടുക്കണം. കാരണം എന്താണ്? ദ ലോ ജനറലി ഓപ്പറേറ്റ്സ് ഇൻ അഗ്രികൾച്ചർ ബട്ട് ദർ ഷുഡ് ബി നോ ഇംപ്രൂവ്മെന്റ് ഇൻ അഗ്രികൾച്ചർ ടെക്നിക്സ്. അപ്പൊ കാർഷിക മേഖലയിൽ ജനറലി സാധാരണഗതിയിൽ ഈ ലോ ഓപ്പറേറ്റ് ചെയ്യുന്ന അഗ്രികൾച്ചറാണ്. കാരണം എന്താണ്? അവിടെ വലിയ കാര്യമായിട്ടുള്ള ടെക്നോളജി ഒന്നുമില്ല. ആവറേജ് ഇന്ത്യൻ ഫാമർ ഇപ്പോഴും പഴയ കലപ്പയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. നാട്ടുപ്രദേശത്തൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ ആ ഉഴുന്ന രീതികളൊക്കെ അത് തന്നെ, പ്ലൗ ചെയ്യുന്ന രീതികളൊക്കെ ഇത് തന്നെ. ഒന്ന് നമുക്കറിയാം, ബിക്കോസ് ഓഫ് സബ് ഡിവിഷൻ ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ഓഫ് ഹോൾഡിങ്സ്, ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്, പിന്തുടർച്ച അവകാശമുള്ള കാരണം ഒരു ഫാദറിന്റെ കൈവശമുള്ള പ്രോപ്പർട്ടി 3 മക്കളുണ്ടെങ്കിൽ 3 മക്കൾക്കായിട്ട് വിധിച്ചു കൊടുക്കും. അപ്പൊ 5 ഏക്കർ സ്ഥലം ഉണ്ടായത് ഇപ്പോൾ 1.5 ഏക്കർ വെച്ചാവും, അല്ലെങ്കിൽ 1.25 ഏക്കർ വെച്ചാവും. മനസ്സിലായോ? അപ്പൊ ഇതുപോലത്തെ ഈ എക്സ്റ്റെൻസീവ് ആയിട്ട് കൾട്ടിവേഷൻ നടത്താനായിട്ട്, ഇന്റൻസീവ് ആയിട്ട് അവർക്ക് കൾട്ടിവേഷൻ നടത്താൻ പറ്റൂല, എക്സ്റ്റെൻസീവ് കൾട്ടിവേഷനെ പറ്റൂല. So the modern economists like John Robinson, Stigler and Molding regard the law of diminishing returns as more pervasive and universal, and according to these economists, this law operates in all branches of productive activities. For modern classical economists മാത്രമേ പറയുന്നത് ഈ ലോ യഥാർത്ഥത്തിൽ കൂടുതലായിട്ട് ജനറലി ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ ദ എവിടെയാണ് ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ അഗ്രികൾച്ചർ. പക്ഷെ ഈ ലോ അഗ്രികൾച്ചറിൽ വർക്ക് ചെയ്യണമെങ്കിൽ ടെക്നോളജിയിൽ വ്യത്യാസം വരരുത്. കാരണം ഒരു ബ്രേക്ക് ത്രൂ നമ്മുടെ ഇന്ത്യയിൽ മനസ്സിലായോ, ഈ വരൾച്ചയും അതുപോലെ തന്നെ പട്ടിണിയും ദാരിദ്ര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ബ്രേക്ക് ത്രൂ നമ്മൾ ഉണ്ടായത് എപ്പോഴാണ്? when green revolution was introduced. When this green revolution was introduced, it was a breakthrough. ഗോതമ്പും അതുപോലെ തന്നെ അരിയും ബാർലി ഇതെല്ലാം നമുക്ക് ഗണ്യമായിട്ട് നമുക്ക് കാര്യമായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. അത് കാരണം നമുക്ക് പട്ടിണി മാറ്റാൻ പറ്റി, ദാരിദ്ര്യം മാറ്റാൻ പറ്റി. പാസ് പറഞ്ഞ പോലെ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് പറയുന്നത് പോലെ തന്നെ അവരെന്താ പറയുന്നത്? മനസ്സിലായോ? ഇത് സാധാരണഗതിയിൽ ഇത് കൃഷിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോർമലി. പക്ഷേ ടെക്നോളജിയിൽ വ്യത്യാസം ഉണ്ടാകും. ടെക്നോളജിയിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളുടെ കൃഷി ഗണ്യമായിട്ട് വർദ്ധിക്കുകയും ചെയ്യും. ഇന്ന് എനിക്ക് കാര്യമായിട്ട് എനിക്ക് ചെറിയ ചാപ്റ്റർ ആയിരുന്നു, അത് കാരണം എനിക്ക് തീർക്കാൻ പറ്റി. മറ്റു സാധനങ്ങൾക്കൊക്കെ എനിക്ക് കാര്യമായിട്ടൊന്നും തീർക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ ടേംസ് എല്ലാം പോയി ഇന്ന് തന്നെ പോയി യഥാർത്ഥത്തിൽ ചെന്ന് വായിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.